നീ ഒന്ന് രണ്ട് തവണ വിളിച്ചിരുന്നല്ലോ, എന്തായിരുന്നു കാര്യം? അതെ, ഞാൻ കുറെ തന്നെ നോക്കി നടക്കണം, ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ ഇപ്പോൾ +2 കഴിഞ്ഞു. ഇപ്പം എന്ത് ചെയ്യണം എന്നുള്ള ആശങ്കയിലാണ്. എന്താ അതിനൊരു പരിഹാരം? +2 കഴിഞ്ഞു, ഒരു കരിയറിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാനല്ലേ. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനെ ഈ വരുന്ന 10-ാം തീയതി ചേളാരി വെച്ചിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്, എജു ഫോക്കസ് എന്ന് പറയും. അപ്പോൾ പരിപാടിയിലെ പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് കരിയറിനെ കുറിച്ച് ബോധമില്ലാത്ത അല്ലെങ്കിൽ കരിയറിനെ കുറിച്ച് കുറച്ച് ആശങ്കകളുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, കരിയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അവരെന്ത് ചെയ്യണം, 10ാം ക്ലാസ് കഴിഞ്ഞാലും അല്ലെങ്കിൽ +2 കഴിഞ്ഞാലും ഇനി എന്ത് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ചില കുട്ടികൾ ഇങ്ങനെ ഏതെങ്കിലും കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിച്ചു പോകുന്നതിന് പകരം ഒന്നുകൂടി നമ്മുടെ ഒരു എഫക്റ്റീവായ രീതിയിൽ പഠിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ പറഞ്ഞ എജു ഫോക്കസ്. അത് കഴിഞ്ഞ വർഷവും നടന്നിരുന്നു. ഇപ്പം അതിൻ്റെ പുതിയ ഇത് നടക്കുകയാണ്, 2.0 എജു ഫോക്കസ് 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഒരു അധ്യായം തുടങ്ങുകയാണ് അവർ. അപ്പം അതിൽ ഒരുപാട് എക്സ്പേർട്സ് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 60-ലധികം ആളുകളൊക്കെ വന്നിട്ടാണ് ഈ പരിപാടി നടന്നിരുന്നത്. 60 എക്സ്പേർട്സ് ഒക്കെ വന്നിട്ട് ഓരോ കൗണ്ടറിൽ ഓരോ വിഭാഗത്തിന് വെച്ചിട്ട്, മെഡിക്കൽ വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം, അക്കൗണ്ടന്റ് വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഓരോ സെക്ഷനുകളായിട്ട് എജു ഫോക്കസ് ഭയങ്കര വിപുലമായി നടന്നിരുന്നു. ഏതാണ്ട് 1500 കുട്ടികളുടെ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുക്കുന്നു. ഒരുപാട് പേരൻസ് പങ്കെടുത്തിരുന്നു. ആ എജു ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പഠിക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ ഒരു മലബാറിനെ ഒരു സമ്പ്രദായം സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് അറിയില്ല കുറേ കാര്യങ്ങൾ. ഉത്തരേന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ സാക്ഷരത കുറവാണെങ്കിൽ പോലും അവർ ഒരുപാട് സെക്ഷനിൽ എത്തിപ്പെടുന്നുണ്ട്. സിവിൽ സർവീസ് ആയാലും മെഡിക്കൽ രംഗത്തായാലും എഞ്ചിനീയറിംഗ് ആയാലും ഒക്കെ എത്തിപ്പെടുന്നുണ്ട്. നമ്മളെ ഒരു മലബാറിലെ ഒരു പഴയ രീതികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൾഫിലേക്ക് പോകുക എന്നുള്ള സമ്പ്രദായം ഉണ്ടാവർ. അത് മാറി തുടങ്ങുന്നത് ഇതുപോലത്തെ പരിപാടികൾ വന്നതിന് ശേഷം, എജു ഫോക്കസ് വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടി തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് കരിയർ നിർമ്മിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് കരിയർ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇത് വന്നു തുടങ്ങി. അപ്പോൾ അതിന് സഹായിച്ച നമ്മളെ ഒരുപാട് എക്സ്പേർട്സ് വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കലായാലും LLB ലോയർ രംഗത്തായാലും അതുപോലെ സിവിൽ സർവീസ് രംഗത്തായാലും ഒരുപാട് ആളുകൾ സഹായിച്ചിരുന്നു. അപ്പോൾ അത്തരം പരിപാടികളിൽ പങ്കെടുത്താൽ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വരും. ആ ചിന്തയാണ് 2025 എജു ഫോക്കസ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇതിൽ കുറേ കരിയർ എക്സ്പേർട്സ് വരുന്നുണ്ടല്ലോ, അപ്പം ഫീ ഉണ്ട്, അതിന് ഭയങ്കര എമൗണ്ട് ആവുമോ? ഈ എജു ഫോക്കസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം നടത്തിയത് തികച്ചും സൗജന്യമായിട്ടായിരുന്നു. വെഫി, IPF പോലെയുള്ള തുടങ്ങുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഫീസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ലിങ്ക് അയച്ചു തരും, നിങ്ങളുടെ അത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടാൽ നിങ്ങൾക്കൊരു പാർട്ടിസിപ്പേഷൻ കാർഡ് വരും. ആ പാർട്ടിസിപ്പേഷൻ കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പരിപാടി പങ്കെടുക്കാനാണ്. ഇപ്പം തികച്ചും എന്താണ് നമ്മുടെ പരിപാടി സൗജന്യമാണ്. അപ്പോൾ പറഞ്ഞല്ലോ മെയ് 10ാം തീയതിയാണ് പരിപാടി നടക്കണം എന്നുള്ളത്. ഞാൻ എവിടെ എത്തേണ്ടത്? അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ അതേ വെന്യൂലാണ് പ്രാവശ്യം പരിപാടി നടക്കുന്നത്. VAUP സ്കൂൾ, വെളിമുക്ക് AUP സ്കൂൾ എന്ന് പറയും, ചേളാരി, താഴെ ചേളാരി AUP സ്കൂളിലാണ്. അപ്പോൾ ഒരു സമയം 10 മണിക്കാണ്, 10 മണി to 5 മണി വരെയാണ് പരിപാടി. ഒരുപാട് ആളുകൾ ആ സമയത്ത് എത്തും. കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യുക, എത്താൻ ശ്രമിച്ചാൽ ഒരുപാട് പരിപാടികൾ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ.